ഹായ് ഗൈസ്, ഞാനാണ് ഇന്ന് രാത്രി ഇവിടെ അടിച്ചോരാണ് ഗൈസ്. കണ്ട ഗൈസ്, ഞാനാണ് നല്ല പോലെ പണിയെടുക്കണ്ടി. ഞാനാണെങ്കിൽ ഈ അടിച്ചോറിന്റെ പണിയൊക്കെ നിർത്തി, എന്നെ കൊണ്ടൊന്നും വയ്ക്കൂലത് ഗൈസ്. ഇപ്പൊ ഇവിടെയാണ് നല്ല പോലെ ചപ്പും ചവറൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾ വിചാരിച്ചോണ്ടോ ഞാനിപ്പോ എവിടെയാണെന്നുള്ളത് ഗൈസ്? ഇപ്പൊ വേറെ എവിടെ ഇല്ല, നമ്മളാണെങ്കിൽ ഒരു പാലത്തിന്റെ അടിയിലാണ് ഗൈസ്. ഗൈസ് ഇപ്പൊ സംഭവം വെച്ചാൽ നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു പിച്ചക്കാരനായിക്കണേ. അതൊരു കുതിരന്റെ കാരണം കൊണ്ടാണ് നമ്മളിങ്ങനെ പിച്ചക്കാരനായത് ഗൈസ്. ഇപ്പൊ നമ്മൾ ചോപ്പാണെങ്കിൽ എവിടെ ഉണ്ട്. അതുപോലെ ഗൈസ്, നമ്മളാണെങ്കിൽ താമസിക്കുന്നത് ഈ ഒരു ടെന്റിലാണ് ഗൈസ്. ഈ ഒരു കീറിമുറിഞ്ഞ ടെന്റിലാണ് നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ താമസിച്ചത്. ഇന്നലെ രാത്രി ഗൈസ് നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെയാണ് താമസിച്ചത് ഗൈസ്. ഇപ്പൊ നമ്മൾ പിച്ചക്കാരനാവണീന് കാണുന്ന ഒരു കുതിരയാണ് ഗൈസ്. അപ്പൊ ആ കുതിര ആരാണെന്ന് വെച്ചാൽ അതെ ഈ കാണുന്ന കുതിര തന്നെയാണ് ഗൈസ്. ഈ ഒരു പൊട്ടന്റെ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മള് പിച്ചക്കാരനായത്. ഫ്രാങ്ക് ബൈ, അതെന്താണ് ഫ്രാങ്ക് ബൈ അങ്ങനെ പറഞ്ഞത്? എടാ ചിഞ്ചാനെ, നീ അവിടെ മിണ്ടാന്നോ ഗൈസ്? ഇപ്പൊ ഇവനാണെങ്കിൽ നമ്മള് ലോസ് ആൻഡോസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു പോലീസുകാരന്റെ കാറിന് ടയറാണെങ്കിൽ ഇവന് കുത്തി പൊട്ടിച്ച്. ഫ്രാങ്ക് ബൈ, അത് പിന്നെ ഞാനാണെങ്കിൽ ആ സൂചി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോയതാ. ഇയാളെ പൊട്ട ഷിഞ്ചാൻ, ആ സൂചി വർക്ക് ചെയ്യാന് നിനക്കാണെങ്കിൽ ആ പോലീസുകാരന്റെ വണ്ടി മാത്രം കിട്ടിയത്, വേറെ ഏത് വണ്ടി കിട്ടിയേ? ഫ്രാങ്ക് ബൈ, അത് പോലീസുകാരന്റെ വണ്ടി ആയിരുന്നില്ലേ? നല്ല കാര്യം. അതുകൊണ്ട് ഇപ്പൊ നമ്മളാണ് ഈ പിച്ചക്കാരനായി ഗൈസ്. അതിന്റെ പണിഷ്മെന്റ് ആയാണ് ആ പോലീസുകാരാണ് നമ്മള് വീടൊക്കെ എടുത്ത് ഗൈസ്. നമുക്കാണ് ഒരു വീട് പോയിട്ട് ഒരു വണ്ടി പോലും ഇല്ല. ആ വണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ്, ഇവിടെ ഒരു വണ്ടി കണ്ടു. ഈ ഒരു വണ്ടി മാത്രമാണ് നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ സ്ഥലത്താണ് കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഈ ഒരു മഞ്ഞ കളർ സ്കൂട്ടർ മാത്രമാണ് ഇവിടെ ഓടിക്കാൻ പറ്റിയത്. എന്തായാലും ഈ വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ വണ്ടിയിൽ കയറിയൊക്കെ. ഫ്രാങ്ക് ബൈ, വണ്ടി എടുത്തോ ഞാൻ പൊട്ട ചിഞ്ചാൻ ഇനി അങ്ങോട്ടാ ഗൈസ്. ഇപ്പൊ ഈ വണ്ടി ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൽ പെട്രോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അല്ല ഫ്രാങ്ക്, ഇതാരാണ് ഇവിടെ ഒരു പിച്ചക്കാരനെ കിട്ടിയത്? ഇയാളെ ഷിഞ്ചാൻ ഈ പിച്ചക്കാരൻ ഇന്ന് വന്നതാണ്. ഇയാളെ പേരാണ് ഗ്രാൻഡ് പാ. മക്കളെ വല്ല പൈസ എന്താ മക്കളെ? എന്റെ അടുത്താണെങ്കിൽ ആകെ 5 റുപ്യ ഉള്ളൂ. പറയണേട്ടാ, എന്റെ അടുത്താണെങ്കിൽ 10 ലക്ഷം ഉണ്ടല്ലോ. ഞാനാണ് ഇന്ന് രാവിലെ നീച്ചപ്പോ തന്നെ ഇവിടെ ഒരു പിച്ചക്കാരനെ വന്നിക്കണേ. എന്തായാലും ഇയാള് വന്ന കാരണം നമുക്കൊരു കൂട്ടിന് ഒരാളായി. സംബന്ധിച്ച് ഇയാൾക്കൊരു ഭാര്യ ഉണ്ട്. ഭാര്യന്റെ പേര് ഗ്രാനി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഗ്രാനിയാണ് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയല്ലോ. ഓ മോനെ, ഗ്രോനി എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അല്ല, എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതും കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഓ മോനെ, അത് പിന്നെ ആ ഗ്രാനിന്റെ മേക്കപ്പ് ഇല്ലേ, ആ മേക്കപ്പ് ഞാനാണ് എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച്. അപ്പോഴാണ് ഈ ഗ്രാനിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. ഈ വയസ്സാം കാലത്ത് മേക്കപ്പ് ഇട്ട് നടക്കണ ഈ ഗ്രാൻഡ് ആണെങ്കിൽ സ്വന്തം ഭാര്യന്റെ മേക്കപ്പ് എടുത്ത് മുഖത്തേച്ച്. അപ്പൊ ഭാര്യ ഗ്രാനി ആണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. മോനെ, എനിക്ക് ആരുമില്ല മോനെ. മോനെ, ഞാൻ നിങ്ങളും കൂടെ ഇങ്ങനെ വരട്ടോ മോനെ. എന്ത് ഞങ്ങളെ കൂടെ വരാനോ? ഈ വണ്ടി മല്ലെങ്കിൽ തന്നെ ആകെ 2 സീറ്റ് ഉള്ളൂ. ഇതിപ്പോ മൊത്തത്തിൽ 4 ആൾക്കാരായല്ലോ. എനിക്കാരുമില്ല, ഞാൻ പാപാണ്, ഞാനിൽ കൂട്ടണേ. മതി അഭിനയൊക്കെ മതി, എനിക്ക് മനസ്സിലായി നിങ്ങൾ അഭിനയിച്ചാണുള്ള കാര്യം. ഗൈസ്, അപ്പൊ എന്താണ് നമുക്ക് ഈ ഗ്രാൻഡ് പെനും കൂടി നമ്മളപ്പോ കൂട്ട ഗൈസ്. ഈ ഗ്രാൻഡ് പെക്കാണെങ്കിൽ വേറെ ആരും ഇല്ല എന്നാ തോന്നുന്നത്. അല്ല ഫ്രാങ്ക് ബൈ, നമ്മളിങ്ങനെ പിച്ചക്കാരായി നടന്നത് വല്ല കാര്യമുണ്ടോ? ചിഞ്ചാൻ, അത് ശരിയാണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ പിച്ചക്കാരനായി നടന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്നൊരു ചലഞ്ച് കൊണ്ട് വന്നിക്കാണ്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ ഇനി അടുത്ത 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആവാൻ വേണ്ടി പോവാണ്. ഫ്രാങ്ക് ബൈ, ബടായൊക്കെ പൊട്ടിച്ചാൽ മതി. പൊട്ട ഷിഞ്ചാൻ, ഇത് ബടായൊന്നല്ല ഗൈസ്. നമുക്കാണെങ്കിൽ റിച്ച് ആവാൻ വേണ്ടിട്ട് എനിക്കറിയാം നിങ്ങൾ വീഡിയോ ആരും ലൈക്ക് ചെയ്തിട്ടില്ലാന്ന്. സോ ഗൈസ്, വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് റിച്ച് ആവാൻ വേണ്ടി പറ്റത്തുള്ളൂ. കണ്ടില്ലേ ഗൈസ്, എന്റെ കോലം കണ്ടില്ലേ? എനിക്കാണെങ്കിൽ മര്യാദക്ക് ഒരു ടീഷർട്ട് പോലും ഇല്ല. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് പൈസക്കാരാവല്ല എന്തെങ്കിലും ട്രിക്കും കാര്യങ്ങളും ഉണ്ടോ നോക്കാം. ട്രിക്കല്ലേ ഗൈസ്, നമുക്കാണെങ്കിൽ പണിയെടുക്കണം. പണിയെടുത്താൽ മാത്രമുള്ള പൈസ ഇട്ടാ. മോനെ, ഞാനും കേട്ടോ നിങ്ങളൊപ്പം. ഗ്രാൻഡ് പെങ്ങൾ പോകുന്നോളൂ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രാൻഡ് പെനും കൂടി കൂട്ടാ. ചിഞ്ചാനെ വാടാ. ചോപ്പേ വാടാ. എന്തായാലും നമുക്ക് വണ്ടി കയറാം. അല്ല, ഇതാണെങ്കിൽ ഒരു ചെറിയ വണ്ടിയാണ്. കണ്ടിട്ട് MAT മൂസന്റെ വണ്ടിയാണെന്നാ തോന്നുന്നത്. എങ്ങനെയും നമുക്ക് ഈ 4 ആളെ ഒപ്പിച്ചാണ്ട് ഈ വണ്ടിമേ പോകാൻ പറ്റിയ നോക്കാം ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും വണ്ടി എടുക്കട്ടെ. മോനെ, വണ്ടി എടുത്തോ. അല്ല ഫ്രാങ്ക് ബൈ, ഈ വെല്ലിപ്പാണ് ഈ വണ്ടിമ കയറി കാരണം എനിക്ക് സ്ഥലമല്ല. ചിഞ്ചാനെ, നമുക്ക് എങ്ങനെയും സ്ഥലമൊക്കെ ഒപ്പിച്ചാ ഗൈസ്. ഇപ്പൊ എന്തായാലും എല്ലാരും വണ്ടിയിലോട് കയറിണ്ട്. എന്തായാലും ഞാൻ വണ്ടി എടുക്കട്ടെ ഗൈസ്. ഗൈസ്, ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ ലോസ് ആൻഡോസിൽ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആണ് ഗൈസ്. മോനെ, ഞാനോ മോനെ റിച്ചസ്റ്റ് പേഴ്സൺ? ഗ്രാൻഡ് അത് നമുക്ക് പിന്നെ തീരുമാനിച്ചാ. അല്ല ഗൈസ്, ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ നമുക്ക് പുറത്തു പോകാൻ പറ്റുക ഗൈസ്? ഇപ്പൊ അവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട്. നമുക്ക് എത്ര പെട്ടെന്ന് ആ സ്റ്റെപ്പ് കയറി മേലെ പോവാ. അല്ല, ഇത് എന്ത് വണ്ടി? ഇത് മര്യാദക്ക് കേറുന്നില്ല.
ഓ മോനെ മുക്ക് 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 ഗ്രാൻഡ് പ ഞാൻ മുക്കിയ വേറെന്തേലും വരും കേട്ടോ മുണ്ടാവടന്നോളി. ആ ഗൈസ് നമ്മളെങ്ങനെയൊക്കെ സ്റ്റെപ്പ് കയറി വന്നിട്ടുണ്ട്. ഇതെന്താ റെയിൽവേ പാളോ? അയ്യോ മോനെ ട്രെയിന് വരൂ ഗ്രാൻഡ് പ നിങ്ങൾ വെറുതെ ബടായി ഒട്ടിക്കല്ലോ കേട്ടോ. ഗൈസ് എന്തായാലും ഇപ്പൊ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. ഗൈസ് എന്തായാലും അടുത്ത ദിവസം രാവിലെ 8 മണി ആവണതിന് മുമ്പ് നമ്മൾ ഈ ലോസ് ആൻഡോസിൽ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് മാൻ ആവാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമ്മളാണ് ഈ ഫൈനൽ നമ്മളെ ലോസ് ആൻഡോസ് ബീച്ചിലോട് എത്തിയിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വേറൊന്നിനല്ലേ ഗൈസ്, ഇവിടെയാണ് നമുക്ക് കുറെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പണി എടുത്താണ് വേണം നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് വലിയ റിച്ച് മാൻ ആവാൻ വേണ്ടിട്ട് ഗൈസ്. അപ്പൊ നമുക്കാണ് ഈ പണി കിട്ടുമല്ലോ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഏതെങ്കിലും കടയിൽ നിന്ന് ജോലി കിട്ടുമോ നോക്കാം ഗൈസ്. ഇപ്പൊ ഇവിടെ ഒരു തുണി ഷോപ്പ് കാണുന്നുണ്ട്, അതായത് ഒരു ഡ്രസ്സിന്റെ കട കാണുന്നുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വണ്ടി നിർത്തട്ടെ. ഓ മോനെ ഞാൻ ഇറങ്ങണോ മോനെ? ആ വേണ്ട ഗ്രാൻഡ് പ അവിടെ നോടി ഒല്ല പോണ്ട മോനെ ഞാനും ഇറങ്ങോ. എന്തിനാണ് ഗ്രാൻഡ് പ വെറുതെ വണ്ടിന്ന് ഇറങ്ങിയത്? അല്ല ഈ കടയിലെ ആൾക്കാരൊന്നും ഇല്ല. ഇതെന്താണ് ഇത്? ഈ കട ഇങ്ങനെ തുറന്നിട്ട് പോവാതി. കാക്കോ ഇവിടെ ആളുണ്ടോ? ആ മോനെ പറയും മോനെ. ഓ മോനെ ഇങ്ങോട്ട് വാ എന്താണ് വേണ്ടത് മോനെ? ഇവിടെ അടിപൊളി ഡ്രസ്സും അതേപോലെ ടീഷർട്ട് നിക്കറും എല്ലാം ഉണ്ട് മോനെ. ഇതോ വേണ്ടത് മോനെ. അല്ല ചേട്ടാ ഞാൻ ഇവിടെ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നോന്നല്ല. അല്ലാതെ പിന്നെ മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ അത് പിന്നെ എനിക്ക് ഇവിടെ എന്തെങ്കിലും പണി എന്തേലും സെറ്റ് ആക്കി തരും നിങ്ങള്? പണിയോ? അതൊന്നും പറ്റൂല പോടാ മതി. അല്ലേ തന്നെ ഇവിടെ മനുഷ്യര് പണിയില്ല. ആദ്യത്തെ കടന്നെ നമ്മൾ ആകെ കോളാക്കിയല്ലേ കഴിച്ചു. ഇവിടെ പണി ഇല്ലെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഓ മോനെ വണ്ടി എടുക്ക്. അല്ല ഗ്രാൻഡ് ഈ വണ്ടിയിൽ എപ്പോഴാണ് പെട്രോൾ കൈ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇവിടെ വേറെ ഇതിൽ കട ഉണ്ടാവാവോ? എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് പോവാ. വല്ല ഡെലിവറി ജോബ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് പോയാണ്ട് ഒരു ജോബ് എങ്ങനെയും സെറ്റ് ആക്കണം. എന്നിട്ട് വേണം നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് വലിയ കാറും അതേപോലെ വലിയ മാൻസൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഗൈസ്. എനിക്കറിയാം നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല. അത് എന്തിനാ നിങ്ങൾ മടിച്ചിരുന്നു? പെട്ടെന്ന് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യും ഗൈസ്. ഇപ്പൊ നമ്മളാണെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഒരു പിസന്റെ കട കണ്ടു ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം. വല്ല പണി കിട്ടും അറിയില്ല. ഓക്കെ ഞാൻ എന്തായാലും വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പ വരുന്നുണ്ടേ വാ. ഓ മോനെ ഞാൻ എന്തായാലും വരുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇയാളാണ് ഇവിടുത്തെ ആളെന്നാണ്. ചേട്ടാ ഓ മോനെ പറടാ എന്തോ കഴിക്കാൻ വേണ്ടിട്ട്? ഇവിടെ പിസ ഉണ്ട്, ബർഗർ ഉണ്ട്, ഷവായുണ്ട്, ഷവർമ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. എന്തൊക്കെ വേണ്ടത് പറഞ്ഞോ? അല്ല ചേട്ടൻ ഞാൻ ഇവിടെ കഴിക്കാൻ വന്നൊന്നല്ല. ഓ പിന്നെ മോൻ എന്തിനാ ഇവിടെ വന്നത്? ആ ചേട്ടാ എനിക്ക് ഇവിടെ എന്തെങ്കിലും പണി എന്തെങ്കിലും സെറ്റ് ആക്കി തരൂ. എനിക്കാണെങ്കിൽ പണിയില്ല ചേട്ടാ. ഞാൻ എന്ത് പണി വേണമെങ്കിൽ എടുക്കാം ചേട്ടാ. എന്ത് ചേട്ടാ ഒരു പണി എങ്ങനെ സെറ്റാക്കി തരൂ? ഓ മോനെ മോനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു പണിക്ക് തരാം. ഓ സംഭവം വേറൊന്നല്ല. ഇത് ഈ കാണുന്ന ബോക്സ് കണ്ടോ? ഈ ബോക്സ് ആണെങ്കിൽ ഒരു വീട്ടിലോട്ട് ഡെലിവറി ചെയ്യണം. ഇതിനാണെങ്കിൽ നല്ല പോലെ പൈസ കിട്ടും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് ആ വീട്ടിലാണെങ്കിൽ ഒരു പട്ടി ഉണ്ട്. ആ പട്ടിയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്, കടിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ മോനെ ഈ പണി ചെയ്യുകയാണെങ്കിൽ മോനിക്ക് ഞാൻ $1000 തരാം. എന്ത് $1000? ഗൈസ് അപ്പൊ പറയുന്നുണ്ടോ ഈ ഒരു ബോക്സ് ഏതൊരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുത്താൽ നമുക്ക് $1000 കിട്ടുന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് അവിടെ ഇതേപോലത്തെ ചോപ്പിനെ പോലത്തെ ഒരു പട്ടി ഉണ്ട്. അതാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആണെന്നാ പറഞ്ഞത്. ഇയാളെ 2 വട്ടം കടിച്ചിക്കണെന്നാണ് പറഞ്ഞത്. അതേപോലെ എന്റെ ബാക്കൊക്കെ 2 വട്ടം കടിച്ചിനി മോനെ. ആ മനസ്സിലായി. ഞാൻ എന്തായാലും ഈ ബോക്സ് ഡെലിവറി ചെയ്യട്ടാ. ഓക്കെ ചേട്ടാ ആ വീടിന്റെ ലൊക്കേഷൻ ആണ് അയച്ചേക്ക്. ഞാൻ എന്തായാലും പോയി ഡെലിവറി ചെയ്യാം ഗൈസ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ആ പെട്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിലാണെങ്കിൽ നിറച്ച് പിസയാണ്. അപ്പൊ ആ വീടില്ല ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയാൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ആണെങ്കിൽ ഒരു വൃത്തിയായിട്ട് ഒരു പട്ടി ഉണ്ടല്ലോ. ആ പട്ടീന്റെ അടുത്ത് നിന്ന് എങ്ങനെയും നമുക്ക് രക്ഷപ്പെടണം ഗൈസ്. അത് മാത്രമല്ല നമ്മളാണെങ്കിൽ പണി ചെയ്യുകയാണെങ്കിൽ നമുക്ക് $1000 കിട്ടാൻ പോകുന്നത്. അതായത് $1000. ഓ മൈ ഗോഡ്. എടാ ഒരു $1000 കിട്ടിയാൽ നമുക്ക് അടിപൊളി കാറൊക്കെ മേടിക്കാന്നേ. ഓക്കെ എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് ആ വീട്ടിലോട്ട് പോയിട്ട് പിസയും കാറൊക്കെ ഡെലിവറി ചെയ്യട്ടോ. ഓ മോനെ ആ വീടെത്തിയോ മോനെ? ആ ഗ്രാൻഡ് പ ഇതാണ് വീട് ഗൈസ്. ഇതാണ് നമുക്ക് ഡെലിവറി കാര്യങ്ങൾ ചെയ്യാനുള്ള വീട്. ഓക്കെ എന്തായാലും നമുക്ക് ഇതിലൂടെ പോയി നോക്കാം. ഗേറ്റ് ഓപ്പൺ ആണെന്നാ തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡേഞ്ചർ ആയിട്ടില്ല പട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ അറിയില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഓക്കെ എന്തായാലും നമ്മൾ അകത്തേക്ക് വന്നിട്ടുണ്ട്. എടാ ഇവിടുന്ന് ആ പട്ടീനെ കാണാനല്ലോ. ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതേ ഇവിടെ 2 കാറൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് വലിയ റിച്ച് പീപ്പിളിന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ചേച്ചി നിൽക്കുന്നുണ്ട്. ഞാനെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ഈ ബോക്സ് എടുത്താണ്ട് ആ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ഇപ്പൊ ഞാനാണെങ്കിൽ ആ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. ഓക്കെ ഇതാണ് ഭയങ്കര കാണുന്നുണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ കുറെ പിസ ഉണ്ട് എന്നാ തോന്നുന്നത്. നമുക്ക് $1000 കിട്ടും എന്നാ പറഞ്ഞത്. എന്തായാലും നമുക്ക് കൊടുത്തോക്കാം ഗൈസ്. ചേച്ചി ഇതാണ് നിങ്ങളെ പിസ. ഓക്കെ എന്തായാലും നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് എത്ര പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടുക ഗൈസ്. അയ്യോ എടാ ഇതാ പട്ടി. അയ്യോ എടാ ഇത് നമ്മളെ പിന്നാലെ വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് $1000 കിട്ടിയിട്ടുണ്ട്. അയ്യോ എടാ ഇത് നമ്മളെ വീട്ടിലില്ലല്ലോ. ഓ എടോ ആരോടാ നിങ്ങള് എന്റെ വീട്ടിക്ക് വരാന്? അയ്യോ പട്ടി കടിക്കല്ലേ. സോറി. അയ്യോടാ ഇത് നമ്മളെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഇതാ പിന്നെ അയ്യോ ഓടി വരുന്നതാ. എടാ പൊട്ട ചോപ്പ എനിക്ക് എന്തേലും പറഞ്ഞൂടെ? മൊലാളി എനിക്ക് പേടിയാണ് മൊലാളി. എടാ പട്ടി നിങ്ങോട്ട് പിന്നെ. അയ്യോ എങ്ങനെയൊക്കെ നമ്മള് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ നമ്മളെ സ്കൂട്ടറിന് അത്യാവശ്യം സ്പീഡുള്ള കാരണം നമ്മൾ ആ പട്ടിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്.
കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ $1000 ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. സോ ഗൈസ് നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ ഒരു കാർ മേടിക്കാം ഗൈസ്. ഓക്കെ, എന്നാൽ നമുക്ക് കാർ മേടിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ടാക്സി ഡ്രൈവർ ആവാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഓക്കെ, ടാക്സി ഡ്രൈവർ ആവുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ റിച്ച് ആവാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ഈ $1000 ഏതൊരു വണ്ടി കിട്ടുമോ നോക്കട്ടെ, അതായത് ഒരു കാർ എങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഇപ്പൊ അങ്ങനെ ഫൈൻ നമുക്കാണെങ്കിൽ ഒരു കാർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ അടുത്താണെങ്കിൽ ആകെ $1000 ഉള്ളൂ. ആ $1000 നമുക്ക് ഈ കാർ കിട്ടത്തുള്ളൂ ഗൈസ്. ഇതാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. അതേപോലെ ഗൈസ് ഇത് നോക്കിക്കേ, ഓ എടാ ഇത് ഉബൈലിന്റെ പേരല്ലേ? അത് ഗൈസ് നമ്മളെ സബ്സ്ക്രൈബർ ആയ ഉബൈലിന്റെ പേരാണ് നമ്മൾ ഈ വണ്ടിമ കൊടുത്തുള്ളത്. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പേര് അടുത്ത വീഡിയോയിൽ വേറെ ഏത് വണ്ടിമ കൊടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങളെ പേര് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇത് കണ്ടിട്ട് തുരുമ്പുടിച്ച വണ്ടിയാണെന്നാ തോന്നുന്നത്. എനിക്കറിയാൻ പറ്റില്ല, കണ്ടിട്ട് തുരുമ്പുടിച്ച വണ്ടിയാണെന്നാ തോന്നുന്നത്. ഏതൊരു ആക്രിക്കാടല്ല ഗൈസ്. ഓക്കെ, ആക്രി വണ്ടി ഒന്നും അല്ലെന്നാ തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തോണ്ട് ടാക്സി ഡ്രൈവർ അങ്ങനെ എന്തായാലും ആവാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ഓക്കെ ചേട്ടാ, ഞാൻ എന്തായാലും ഈ വണ്ടി എടുക്കട്ടെ. എടാ എല്ലാരും വന്ന് വണ്ടി കയറിക്കേ. എടാ പൊട്ടശിൻ, ഞാൻ എനിക്കും അതാണ് തോന്നുന്നത്. ഇത് BMW അല്ലേ, ബെൻസ് ആണെന്നാ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ചേട്ടാ ബൈ ബൈ. എടാ ഭാഗ്യത്തിന് ഈ വണ്ടി ഓടുന്നുണ്ട് എന്നാ തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ടാക്സി ഡ്രൈവർ അങ്ങനെ എന്തായാലും ആവാൻ പറ്റുമോ നോക്കാം. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ വണ്ടിയിലാണെങ്കിൽ ഇപ്പൊ തന്നെ 4-5 ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ കൂട്ടിയിട്ട് നമുക്ക് ടാക്സി ഡ്രൈവർ ആവാൻ പറ്റുമോ അറിയില്ല. മിക്കവാറും നമ്മളെ ഷിൻചാൻ ഗ്രാൻഡ് പ്രിയൊക്കെ നമുക്ക് വണ്ടിന്റെ ഡിക്കിലോട് വെക്കേണ്ടി വരും. ഓയോടോ ഫ്രാങ്ക്ലിൻ അങ്ങനെയൊന്നും പറയലോടോ ഗൈസ്. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് നമ്മളെ ബീച്ച് സൈഡിലോട്ട് തന്നെ പോവാ ഗൈസ്. ഗൈസ് എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെ ബീച്ച് സൈഡിലോട്ട് തന്നെ പോവാണ്. വേറെ എന്തായാലും ഗൈസ് അവിടെയാണ് നമുക്ക് കുറെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റും. അതായത് കുറെ ആൾക്കാർ അവിടെ നിന്നാണ് ടാക്സി പിടിക്കാറ്. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി ഗൈസ്. ഇപ്പൊ ഫൈനൽ നമ്മളാണെങ്കിൽ നമ്മളെ ലോസ് സാന്റോസ് ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആയിക്കൂടെയാണ് പോലെ, ഇതിൽ കൂടെ അല്ല. എന്തായാലും നമുക്ക് ആയിക്കൂടെ പോയേക്കാം. ഇവിടുന്ന് ആ ഒരു ടാക്സിക്ക് കൈ അടിക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഗൈസ്, അവരോടൊക്കെ ചോദിച്ചോക്കെ എങ്ങനെ പോണോന്ന്. എടാ എനിക്ക് തോന്നുന്നു അവിടെ കുറെ ആൾക്കാരുണ്ട്. എടാ ഇതെന്താടാ സംഭവം? ആടാ ജിൻജാൻ ഇതെന്താ അറിയാൻ പാടില്ല. എല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ ഗൈസ്. പറ്റി ഇവിടെ ഒരു വലിയ മീന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എന്താണ് അറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാ അറിയില്ല. എന്തായാലും നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയേക്കെ. എന്തായാലും നമ്മളെ പിടിച്ച് തിന്നൊന്നുമില്ല ഗൈസ്. ഇപ്പൊ ഈ വെയിലാണെങ്കിൽ ഇവിടെ കുടുങ്ങിക്കണെന്നാ തോന്നുന്നത്. ഇതിനാണെങ്കിൽ ആ കടലിലോട്ടാണ് പോവേണ്ടത്, പക്ഷെ ഇതാണെങ്കിൽ ഇവിടെ കുടുങ്ങി. എന്തായാലും നമുക്ക് ഈ വെയിലിനെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഈ വലിയ വെയിലിന് എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല കനണ്ട് എന്നാ തോന്നുന്നത്. നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ഈ വെയിലിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അതായത് ആ കടലിലോട്ട് കൊണ്ടുപോയിടുക ഗൈസ്. ഓക്കെ, അമ്മമാരൊക്കെ നമ്മളെ പുറകെ വരുന്നുണ്ട് എന്നാ തോന്നുന്നു. ഞാൻ എന്തായാലും ഈ കടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഓടടാ ഈ വെയിലിന്റെ ജീവപ്പൊ പോകുന്നാ തോന്നുന്നു. ഓ ഗൈസ്, നമ്മളാണ് ഇത് ഫൈനൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിലിനെ ഇവിടേക്ക് ഇടാട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ ഈ വെയിലിനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അല്ല ഗൈസ്, ഇതെന്താണ് ഈ വെയിലിന്റെ മേത്ത് എന്തോ പൊന്തി വരുന്നത്? ഇതെന്താണ് ഗൈസ്, എനിക്ക് അറിയാൻ പാടത്തില്ല. ഇതെന്തോ മാജിക് ആണെന്നാ തോന്നുന്നത്. എന്താ അറിയാൻ പാടത്തില്ല ഗൈസ്. ഇനിയിപ്പോ എന്തായാലും പൊട്ടിത്തെറിക്കുക അതൊന്നും അറിയാൻ പാടത്തില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് എത്ര പെട്ടെന്ന് സ്ഥലം വിടാം ഗൈസ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇതുവരെ ഒരു $10,000 പോലും ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. അങ്ങനെയുള്ള നമ്മൾ എങ്ങനെയാണ് ഈ ലോസ് ആന്റോസിൽ ഏറ്റവും വലിയ റിച്ച് മാൻ ആവാൻ പോകുന്നത് എനിക്കൊന്നും അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ഈ കാർ അങ്ങോട്ട് എടുക്കാം. ഇതെന്താണടാ? എടാ ഗ്രാൻഡ് ഷിൻചാൻ ഇത് നോക്കിക്കേ, ഈ വണ്ടിന്റെ കളർ മാറി. അതന്നെടാ ഷിൻചാൻ, എനിക്ക് അറിയാൻ പാടില്ല. ഞാനാണെങ്കിൽ ഈ വണ്ടിമ്മ തൊട്ടപ്പോ ഇതിന്റെ കളർ മാറി. ഇനിയിപ്പോ ഈ കാറാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്ന കാറാണോ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. എടാ എന്നാലിപ്പോ ഈ വണ്ടി എങ്ങനെയാ കളർ മാറിയത് എന്താ അറിയാൻ പാടില്ല ഗൈസ്. നമുക്ക് എന്തായാലും എത്ര പെട്ടെന്ന് ടാക്സി ഡ്രൈവർ ആവണം ഗൈസ്. എന്നാൽ മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒല്ലോ മോനെ, ഈ വണ്ടിന്റെ കളർ എങ്ങനെ മാറിയത്? ആ ഗ്രാൻഡ് അതന്നെ എനിക്കറിയത്. ഈ വണ്ടിന്റെ കളർ എങ്ങനെ ഇപ്പൊ മാറിയത്? ഗ്രാൻഡ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗോൾഡൻ കളർ ആണെന്നാണ്. എനിക്ക് തോന്നുന്നത് ഗോൾഡൻ കളർ അവനാണ് ചാൻസ് ഗൈസ്. ആടെ ചിന്തന ഗൈസ്. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കാണ് ഈ വണ്ടിയല്ലേ ഗൈസ്, വേറെ ഏതൊരു വണ്ടിയുമ്പോ നമുക്ക് തൊട്ട് നോക്കാം ഗൈസ്. ഇവിടെ ഒരു സൂപ്പർ കാർ കാണുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കാണെങ്കിൽ ആ വണ്ടിയിൽ പോയി തൊട്ട് നോക്കാം ഗൈസ്. ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. എല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ എന്തായാലും ആ സൂപ്പർ കാർ പോയി തൊട്ടോക്കട്ടെ ഗൈസ്. ഞാൻ എന്തായാലും ഈ വണ്ടി തൊട്ടോക്കാൻ പോവാണ്. ഇതിന്റെ കളർ മാറാൻ നമുക്ക് നോക്കാം. 3, 2, 1 ഞാൻ തൊടാൻ പോന്നി. ഓ ഗൈസ്, ഇപ്പൊ നോക്കി വണ്ടിന്റെ കളർ മാറി. എന്റെ മോനെ അതെങ്ങനെയാണ് മോനെ? ആ ഗ്രാൻഡ് എനിക്ക് അറിയില്ല ഗ്രാൻഡ്. എനിക്ക് തോന്നുന്നത് എനിക്കെന്തോ പവർ കിട്ടിയിരുന്നതാണ്. ഞാനാണെങ്കിൽ ആ തിമിംഗലത്തിന്റെ വെള്ളത്തിൽ കിട്ടിയില്ലേ, അപ്പൊ ആ തിമിംഗലത്തിന്റെ മേത്ത് എന്താ വന്നില്ലേ, അതാ ഞാൻ പറഞ്ഞത്. അവിടെ എന്തോ ഒരു മാജിക് നടന്നിക്കണി. എനിക്ക് തോന്നുന്നത്
ഞാൻ തോന്നുന്ന എല്ലാ സാധനവും ഗോൾഡ് ആവുന്നതാണ്. ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ലോസ് ആൻഡേഴ്സിൽ ഏറ്റവും വലിയ റിച്ച് മാൻ നമുക്ക് ആവാൻ പറ്റുന്നേ. കണ്ട ഗീസ് ഞാൻ തോന്നുന്ന എല്ലാം ഗോൾഡൻ കളർ ആവുകയാണ്. ഇപ്പൊ നമുക്കാണ് ഇങ്ങനത്തെ കാറൊക്കെ കൊണ്ടുപോയി വിൽക്കുകയാണെങ്കിൽ നല്ല പൈസ കിട്ടും. ഒന്നാമത് ഈ കാറാണെങ്കിൽ സൂപ്പർ കാറാണ്. എന്തായാലും ഞാനാണെങ്കിൽ ഗൈസ് ഇപ്പൊ നമുക്കൊരു കാര്യം നമുക്കാണ് ഈ വണ്ടി ഗൈസ് എന്നിട്ട് വേണം നമുക്ക് ഈ വണ്ടി പോയി വിൽക്കാണ്. എന്തായാലും ഞാനാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഓ ഗൈസ് ഇപ്പൊ നമ്മളാണെങ്കിൽ ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനാണ് ഒടുക്കത്തെ സ്പീഡാണ് തോന്നുന്നത്. എന്റെ മോനെ എടാ ഇതേപോലത്തെ വേറൊരു ഗോൾഡൻ കാർ എന്താ പോണി. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് ഈ വണ്ടി വിൽക്കാൻ പറ്റും നോക്കാം. ഇത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്. അയ്യോ ഇപ്പൊ തന്നെ അടിച്ചിന് ഗൈസ്. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് ഈ വണ്ടിയാണ് വിൽക്കാൻ പറ്റും നോക്കാം. ഗൈസ് ഇപ്പൊ ഫൈനലി നമ്മളാണെങ്കിൽ ആ കാർ വിറ്റിട്ടുണ്ട് ഗൈസ്. കണ്ട ഗൈസ് നമ്മളെടുത്താണെങ്കിൽ കുറെ പൈസ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ഷിൻചാനെ ഗ്രാൻഡ് പതി വരുന്നുണ്ട്. ഗ്രാൻഡ് പ നിങ്ങൾ അങ്ങോട്ട് പോണേ. ഓ മോനെ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയോട്ടെ. എന്തായാലും നമുക്ക് താഴത്തോട്ട് ഇറങ്ങി നോക്കാം. എന്തായാലും നമുക്ക് കുറെ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ സത്യം പറഞ്ഞ ഒരു വലിയ മാൻഷൻ വരെ വാങ്ങാനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്റെ മോനെ എടാ എല്ലാരും വാടാ ഗൈസ്. ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഒരു അടിപൊളി സൂപ്പർ കാർ ഉണ്ട്. ഇത് ആരെ കാറാണ് എനിക്ക് അറിയില്ല ഗൈസ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്കാണ് ഈ കാർ തൊട്ട് നോക്കാം ഗൈസ്. ഓക്കെ എന്തായാലും 3, 2, 1 അത് നോക്കിക്കേ ഗൈസ്. ഇപ്പൊ ഈ കാറിന്റെ കളർ മാറിയിട്ടുണ്ട്. അതായത് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി എടുക്കാൻ പറ്റും നോക്കാം. ഇതിൽ കൂടെ പോകാൻ പറ്റില്ലല്ലോ. എന്തായാലും നമുക്ക് ഈ വണ്ടി എടുക്കാം ഗൈസ്. എന്റെ മോനെ എന്നിട്ട് വേണം നമുക്ക് നമ്മളെ ഈ ലോസ് ആൻഡേഴ്സിൽ തന്നെ ഏറ്റവും വലിയ മാൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ എന്തായാലും എല്ലാരും വണ്ടിയിലൂടെ കയറിണ്ട്. എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ഈ ലോസ് ആൻഡേഴ്സിൽ ഏറ്റവും വലിയ മാൻഷൻ മേടിക്കുക. നമ്മളെടുത്താണ് ഇപ്പൊ തന്നെ കുറെ പൈസ ഉണ്ട് ഗൈസ്. ഈ ലോസ് ആൻഡേഴ്സിലാണെങ്കിൽ ഒരു അടിപൊളി മാൻഷൻ ഉണ്ട് ഗൈസ്. അതിനാണെങ്കിൽ നല്ല റേറ്റ് ആണ്. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമ്മളെടുത്താണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഇപ്പൊ ഗൈസ് നമ്മളെടുത്താണെങ്കിൽ ഏകദേശം 2000 കോടി രൂപയാണ് ഗൈസ്. എന്റെ മോനെ ഗൈസ് ഇപ്പൊ ഫൈനലി നമ്മളാണെങ്കിൽ ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ എന്താ എല്ലാരും വന്ന് നമ്മളെ വണ്ടിമ്മ കുത്തണി ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടേ എവിടെയാണ് ആ മെൻഷൻ? വേറെ എവിടെ ആ കണ്ണാണ് നമ്മളെ സ്റ്റാർ മെൻഷൻ ഗൈസ്. അതാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി പോണത് ഗൈസ്. ഇപ്പൊ ഇതാണ് നമ്മളെ ലോസ് ആൻഡേഴ്സിൽ തന്നെ ഏറ്റവും വലിയ മാൻഷൻ ഗൈസ്. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആണ്. ഓക്കെ എന്തായാലും നമുക്ക് ഈ മാൻഷൻ മേടിക്കാൻ പറ്റും നോക്കാം. നമ്മളടുത്താണ് ഇപ്പൊ നല്ല പൈസ ഉണ്ട്. നമുക്കാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ കുറെ കാറുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഈ മാൻഷൻ മേടിക്കാൻ പറ്റും നോക്കാം. ഓ ഗൈസ് ഫൈനലി നമ്മളാണെങ്കിൽ സ്റ്റാർ മാൻഷൻ മേടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്റ്റാർ മാത്രമല്ല ഗൈസ് ഇതിന്റെ ഇപ്പൊ കുറെ വണ്ടി കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് സൂപ്പർ കാർസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഏകദേശം ഒരു 10-20 സൂപ്പർ കാറും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓ ഇയാളാ ഇത് നോക്കി നോക്കി ഇവിടെ കുറെ വണ്ടികളുണ്ട്. അതായത് സൂപ്പർ കാർ ഉണ്ട്. എടാ ഗ്രാൻഡ് പേ ഷിൻചാനെ വാടാ. എന്റെ മോനെ ഇത് നോക്ക്. അതേപോലെ താഴത്ത് ഗരാജ് ഉണ്ട്. അവിടെ വേറെ കാർസ് ഉണ്ട് തോന്നുന്നു. എന്റെ ഒരു എക്സൽ ഗൈസ്. നമ്മളാണ് ഇത് ഇത്രയും വലിയ നമ്മളെ സ്റ്റാർ മാച്ച് മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ? ഓ എടാ ഇതിന്റെ അകത്തേക്ക് പോകാൻ പറ്റും. എന്റെ മോനെ ഗൈസ് ഇപ്പോഴാണ് നമ്മളെ ലോസ് ആൻഡേഴ്സിലെ റിച്ച് മാൻ ആയത് ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ വലിയ കോട്ട് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലെ നമ്മളെ ഗ്രാൻഡ് പനെ കാണല്ലേ ഗൈസ്. ഗ്രാൻഡ് പനെ വണ്ടി നിറങ്ങി അങ്ങോട്ട് പോയി എന്നാണ് തോന്നുന്നത് ഗൈസ്. ഇപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ കള്ളന്മാരുണ്ട് എനിക്കറിയാം. എല്ലാവരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കൂടി കാണാം. അപ്പൊ ഗൈസ് എന്തായാലും ബൈ.